അസ്സലാമലൈക്കും. ഇനി നമുക്ക് മത്തി മുളിയാർ, ചെറിയ കുഞ്ഞു മത്തി മുളിയാർ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലിപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ തക്കാളി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ കഴുകിയിട്ട് അരിയാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മുളിയാറാണത്. പെട്ടെന്ന് തയ്യാറാക്കാം. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം അരിഞ്ഞ് വെച്ച് താളിക്കുക അങ്ങനെയുള്ളതൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ നമുക്കൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഈ നമ്മൾ അരിഞ്ഞ് വെച്ച ഈ സാധനങ്ങളൊക്കെ കൊട്ട് വെക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി കുറച്ചിട്ട് മുളിയാറെന്ന് പറയില്ല, ഇപ്പം മത്തി മുളിയാറ് വെക്കാറില്ല, അതാണ് ഇപ്പോൾ. ഇതിപ്പോൾ മുളക് പൊടി കുറച്ച് കൂടുതലിടും. അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടും. നമുക്കിനി പുളി പിഴിഞ്ഞൊഴിക്കും. പുളി പിഴിഞ്ഞിട്ട് ഇതിലേക്ക് ഒഴിക്കും. പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് നന്നായി കലക്കുക. അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പുളി പിഴിഞ്ഞൊഴിക്കുക. ഇത് നന്നായി തിളച്ച് ഉള്ളി നല്ല വെന്ത് വരണം. നമുക്ക് നന്നായി തിളച്ച് വരട്ടെ. നന്നായി തിളച്ച് വെന്ത ശേഷം നമുക്ക് ഈ കുഞ്ഞമത്തി ഇടാം. നല്ല തിളച്ച് അത് വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഉള്ളിയും തക്കാളിയും ഒക്കെ അരിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇതിൽ. അതിന് ശേഷം നമുക്ക് ഇതിടാം, മീനിടാം. തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായി കത്തിച്ചത് വേകട്ടെ. ഒന്നിങ്ങനെ വെന്ത വന്നാൽ മതി. പിന്നെയൊക്കെ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ വിളമ്പിയാൽ നല്ല വെന്ത പോലെ. ഇപ്പം മീനും വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത്തിരി ഓഫാക്കിയിട്ട് ഇത്തിരി കറിവേപ്പില ഇടാം, വെളിച്ചെണ്ണ ഒഴിക്കാം. ശേഷം ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. അടച്ച് അപ്പോൾ മത്തി മുളിയാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അസ്സലാമു അലൈക്കും.